പ്രതീക്ഷ ഈ രാത്രി സമയമാണ് ഈ തീപിടുത്തമുണ്ടായി, ഇങ്ങനെ ഒരു അപകടമുണ്ടായി എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് എങ്ങനെയാണ്? അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുകയും ഫയർഫോഴ്സിനെ അറിയിക്കാൻ വേണ്ട നടപടികളുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്നു പ്രതീക്ഷ. റിജിത്ത്, തീർച്ചയായും ഈ ഉടമയിൽ നിന്നും ഒപ്പം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ഷോറൂമിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഈ സെക്യൂരിറ്റിയും ഒപ്പം ഇതുവഴി പോയ ഈ മറ്റ് വാഹനങ്ങളിലെ യാത്രക്കാരുമാണ് തീപിടുത്തം ആദ്യം കണ്ടത്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ PMG ആണ്, നഗരമധ്യത്തോട് ചേർന്ന ഭാഗമാണ്. PMGയിൽ നിന്ന് ഈ പട്ടത്തേക്ക് പോകുന്ന പ്രധാന റോഡിനോട് ചേർന്നാണ് TVSന്റെ ഈ ഷോറൂം പ്രവർത്തിക്കുന്നത്. ഈ ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിലെ പോകുന്ന ഈ പുലർച്ചെ സമയമായിരുന്നു, റോഡിൽ വാഹനങ്ങൾ കുറവായിരുന്നു. പക്ഷേ അതിലെ പോയ വാഹനങ്ങൾ ഈ തീപിടുത്തമുണ്ടായ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അങ്ങനെയാണ് ഈ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഒപ്പം ഈ സെക്യൂരിറ്റിയുടെയും ശ്രദ്ധയിൽ പെട്ടതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ഈ തിരുവനന്തപുരം ഫയർഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിവരം അറിയിച്ചു. അവിടെ നിന്നാണ് ഫയർഫോഴ്സ് ഇവിടെ എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ നാശനഷ്ടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ വലിയ ഒരു ഷോറൂമായിരുന്നു, നിരവധി വാഹനങ്ങൾ, സ്പെയർ പാർട്സ് ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന ഷോറൂമാണ് ഏകദേശം ഭാഗികമായി തന്നെ കത്തി നശിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഷോറൂമിന്റെ താഴത്തെ ഭാഗമാണ്. ഈ സ്പെയർ പാർട്സ് ഉൾപ്പെടെ സൂക്ഷിക്കുന്ന മറ്റൊരു ഭാഗമാണ്. സെയിലിനുൾപ്പെടെ ഈ ആളുകൾ എത്തി വാങ്ങുന്ന ഒരു കൗണ്ടറിന്റെ ദൃശ്യം കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഒക്കെ തന്നെ തീ ആളിപ്പടർന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ തന്നെ തീ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം ഉണ്ടായതായി ഫയർഫോഴ്സ് പറയുന്നത് ഈ ഷോറൂമിന്റെ പല ഡോറുകളും ഒക്കെ തന്നെ അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഷോറൂമിന്റെ ഷട്ടറുകൾ അകത്തുനിന്ന് പൂട്ടിയിട്ട നിലയിലായിരുന്നതിനാൽ ആദ്യഘട്ടത്തിൽ തീ പൂർണ്ണമായും അണയ്ക്കുന്നതിന് ചെറിയ തടസ്സമുണ്ടായിരുന്നെങ്കിലും പുറത്തുനിന്ന് ആ രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നു. അല്പം മുൻപ് നമ്മൾ കണ്ട ഒരു തീപിടുത്തത്തിൽ ഇനി കുറച്ചുകൂടെ അണയ്ക്കാനുണ്ടായിരുന്നതും പുറത്തുനിന്ന് വെള്ളം ഫയർ ചെയ്ത് അത് മുകളിലെ മേൽക്കൂരയിലുണ്ടായിരുന്ന ഷീറ്റാണ് അതിന് തടസ്സം നിന്നിരുന്നത്. അതിനകത്തുകൂടെ വെള്ളം ഒഴിച്ച് അത് തീ പൂർണ്ണമായും കെടുത്താൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഉടൻ തന്നെ സെക്യൂരിറ്റി ജീവനക്കാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നു. അവർ എത്തി വലിയ താമസമില്ലാതെ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ നാശനഷ്ടങ്ങൾ എത്രത്തോളമുണ്ട്, അതിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്നുള്ളതൊക്കെ ഇനിയും അല്പസമയത്തിനകം തന്നെ അതിൻ്റെ കണക്കുകളൊക്കെ തന്നെ പുറത്തു വരും എന്നാണ് കരുതുന്നത്.